പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ജൂലൈ മാസത്തിൽ 16-ാം തീയതിയും 23-ാം തീയതിയും രണ്ട് വലിയ പിതാക്കന്മാരെ നാം ഓർക്കുന്നുണ്ട്. അതിൽ 16-ാം തീയതി ഒരു റബ്ബാനെയാണ് നാം ഓർക്കുന്നത്. കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രണ്ടാമത് നാം ഓർക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായിരുന്ന ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമേനിയെയാണ്. അദ്ദേഹം കാലം ചെയ്തിട്ട് 25 വർഷം പൂർത്തിയാവുന്നു. ഈ ഞായറാഴ്ച നമുക്ക് പ്രത്യേകമായി കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാനെ സംബന്ധിച്ച് പഠിക്കാം. വളരെ ഹ്രസ്വമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് നടക്കുന്നത്. ഈ രണ്ട് പിതാക്കന്മാരെ സംബന്ധിച്ചും ഒരു തലക്കെട്ട് കൊടുക്കുന്ന പക്ഷം അസാമാന്യവും അസാധാരണവുമായ ജീവിതം കാഴ്ചവെച്ച മഹാരഥന്മാരാണ് ഇവർ രണ്ടുപേരും എന്ന് ഞാൻ വിശേഷിപ്പിക്കും. ഇന്ന് നാം പഠിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാനെ സംബന്ധിച്ചാണ്. സാമാന്യമായ ജീവിതമുണ്ട്, സാധാരണമായ ജീവിതവുമുണ്ട്. നമ്മളൊക്കെ സാധാരണമായ സാമാന്യമായ ജീവിതത്തിൻ്റെ ഉടമകളാണ്. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. സാമാന്യം പഠിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജോലി തേടുന്നു, ജോലി ലഭിക്കുന്നു, ജീവിതം നയിക്കുന്നു, പള്ളിയിൽ പോകും, കൂട്ടായ്മകളിൽ സംബന്ധിക്കും, ആധ്യാത്മികമായും ഭൗതികമായും ജീവിച്ചു പോകുന്നു. ഇതൊരു സാമാന്യമായ ജീവിതമാണ്, സാധാരണമായ ജീവിതമാണ്. കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാൻ അസാമാന്യമായ അസാധാരണമായ ജീവിതത്തിന് ഉടമയായിരുന്നു. എന്താണ് അസാമാന്യവും അസാധാരണവുമായ ഒരു ജീവിതത്തിന് ഉടമയാണ് ഗീവർഗീസ് റമ്പാച്ചൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാൻ 1890 ജനിച്ച് 1970 ദിവംഗതനായ ഒരു വലിയ ദൈവപുരുഷനായിരുന്നു. അദ്ദേഹം 3 പതിറ്റാണ്ടോളം 1929 മുതൽ അദ്ദേഹം ദിവംഗതനാവുന്ന 1970 വരെയുള്ള ഏതാണ്ട് 29 പരം വർഷങ്ങൾ തിരുവിതാംകൂട് ജീവിച്ച ആളായിരുന്നു. 1929 ആ കാലഘട്ടം, അന്ന് തിരുവിതാംകൂട് വളരെ ചെറിയ സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് തിരുവിതാംകൂട് അരപ്പള്ളി. അതിനോട് ചേർന്ന പരിമിതമായ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ ജീവിച്ചു. അദ്ദേഹം 30 വർഷം ഒരു താപസനായാണ് ജീവിച്ചത് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. തിരുവിതാംകൂട് റമ്പാച്ചൻ പെരിയസ്വാമി എന്നാണ് തിരുവിതാംകൂടുകാർക്ക് പ്രിയപ്പെട്ട വിളിപ്പേര്. പെരിയസ്വാമി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് സൗഖ്യം പ്രാപിക്കുന്ന ആളുകൾ ആ ദേശത്ത് ധാരാളം. അക്കാരണത്താൽ കൂടെ വന്ന്
റമ്പാച്ചൻ്റെ ഉപദേശം തേടുന്ന ആളുകൾ വളരെ. അദ്ദേഹം കൽപ്പിച്ചാൽ പൂർണ്ണമായും അത് അനുസരിക്കുന്ന ഒരു ചുറ്റുവട്ടം, ആ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പ്രഘോഷിച്ച്, ജീവിതത്തിലൂടെ പ്രഘോഷിച്ച് ഒരു വലിയ സുവിശേഷ ദൗത്യം പൂർത്തീകരിച്ച ആളായിരുന്നു തിരുവിതാംകൂട് റമ്പാച്ചൻ. അദ്ദേഹം ഭക്തനായിരുന്നു എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ തപശ്ചര്യകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അതേസമയം തന്നെ അദ്ദേഹം ഒരു ദീനാനുകമ്പയുള്ള മനുഷ്യസ്നേഹിയുമായിരുന്നു. 3 കാര്യങ്ങൾ അദ്ദേഹത്തിൽ പ്രത്യേകം നാം കാണുന്നു. പ്രാർത്ഥന നിരതനായിരുന്നു, താപസശ്രേഷ്ഠനായിരുന്നു, മനുഷ്യസ്നേഹിയുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു താപസ ജീവിതം, പ്രാർത്ഥന ജീവിതം, നോമ്പും ഉപവാസവും ഇഷ്ടപ്പെടുന്ന പ്രകൃതം, അങ്ങനെയുള്ള സവിശേഷതകൾ കാട്ടിയിരുന്നു. അദ്ദേഹം തൃക്കോതമംഗലത്തുള്ള ഷർബീൻ ദേറായിൽ ഒരു കാലഘട്ടം താമസിച്ചിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം പല ദേശങ്ങളിലും സഞ്ചരിച്ച് മഹത് വ്യക്തികളോടൊപ്പം താമസിച്ചിരുന്നു. പിറവാടം ദേറായിൽ ഔഗൻ ബാവയോടൊപ്പം ഉണ്ടായിരുന്നു, തുറവത്തുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹം തൃക്കുന്നത്ത് സെമിനാരിയിലും പോയി താമസിച്ച് അത്താനാസ്യോസ് മെത്രാപ്പൊലീത്തായോടൊപ്പം ജീവിച്ചിരുന്നു. ഇവരിൽ നിന്നെല്ലാം ഭാഷാപരമായ സുറിയാനി പാണ്ഡിത്യം, അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ആധ്യാത്മികമായ പ്രത്യേകതകൾ, അതെല്ലാം നോക്കിക്കണ്ട് സ്വാംശീകരിച്ച് അങ്ങനെ അദ്ദേഹം തൻ്റെ സന്യാസ ജീവിതം അദ്ദേഹം കരുപ്പിടിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. ഒരു വശത്ത് സുറിയാനി ഭാഷയിലുള്ള പ്രാവീണ്യവും, മറുവശത്ത് വലിയ പിതാക്കന്മാരുടെ, സന്യാസ പിതാക്കന്മാരുടെ ജീവിത മാതൃക സ്വാംശീകരിച്ച് ഒരു താപസ ശ്രേഷ്ഠനായി വളരുന്നതിനുള്ള ശ്രമം, ഇതെല്ലാം കൂടെ അങ്ങനെ സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് 1941 പരിശുദ്ധരായ ഗീവർഗീസ് ദ്വിതീയൻ ബാവ അദ്ദേഹത്തോട് തിരുവിതാംകൂട് അരപ്പള്ളിയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് ആവശ്യപ്പെട്ടത്. പള്ളിയുടെ ചാപ്ലിനായും അവിടുത്തെ മാനേജരായും ഈ റമ്പാച്ചനെ കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാച്ചനെ നിയോഗിച്ചു. അദ്ദേഹത്തിൽ കാണുന്ന വലിയ സവിശേഷത, ആധ്യാത്മികമായ സവിശേഷത, പ്രാർത്ഥനയിലുള്ള, ആരാധനാപരമായ കാര്യങ്ങളിലുള്ള നിഷ്ഠയും കർക്കശമായ ജീവിതചര്യയുമായിരുന്നു എന്നുള്ളതാണ്. നോമ്പുകാലം, വലിയ നോമ്പുകാലത്ത് പൂർണ്ണമായും അദ്ദേഹം ഉപവസിച്ചിരുന്നു. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ, അതും വിശുദ്ധ കുർബാന മാത്രം അദ്ദേഹം അനുഭവിച്ചിരുന്നു. പൂർണ്ണമായും ഈ കാലഘട്ടത്തിൽ, വലിയ നോമ്പ് കാലത്ത് അദ്ദേഹം മൗനവ്രതം സ്വീകരിച്ചിരുന്നു. ഒരു സ്ലേറ്റ് താഴെ വെച്ചിട്ടുണ്ടാവും. അദ്ദേഹം നോമ്പുകാലത്ത് താമസിക്കുന്നത് സാധാരണ താമസിച്ചിരുന്ന തിരുവിതാംകൂട് അരപ്പള്ളിയോട് ചേർന്നുള്ള കെട്ടിടത്തിലല്ല. തിരുവിതാംകൂട് പള്ളിക്കുള്ളിൽ തന്നെ ഒരു മേടയുണ്ട്. ആ മേടയിലായിരുന്നു.
ദിനചര്യകൾക്ക് മാത്രമേ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയുള്ളൂ. പൂർണ്ണമായും മൗനമായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു ചരട് വലിച്ച് അതെടുത്ത് മനസ്സിലാക്കിയ ശേഷം അതിന് മറുപടി സ്ലേറ്റിൽ തന്നെ എഴുതി കൊടുക്കും. അങ്ങനെ പൂർണ്ണമായും മൗനവ്രതം പാലിച്ചിരുന്നു, വിശുദ്ധ കുർബാന ചൊല്ലുന്നതൊഴിച്ചാൽ. അങ്ങനെ 40 ദിവസം പൂർണ്ണമായും ഉപവസിച്ചും മൗനവ്രതം പാലിച്ചും അങ്ങനെ പാകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികമായ നിലയും. അങ്ങനെ പ്രാർത്ഥനാ നിരതനും താപസശ്രേഷ്ഠനുമായിരുന്ന കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാൻ ഒരു വലിയ പരിശുദ്ധനായിരുന്നു എന്നുള്ളതാണ്. അനേകരുടെ ജീവിതത്തിൽ സൗഖ്യം നൽകുക വഴി, അവരുടെ ജീവിതത്തിന് മാർഗനിർദ്ദേശം നൽകുക വഴി സമാദരണീയനായ ഒരു ദൈവപുരുഷനായിരുന്നു കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാൻ. അദ്ദേഹത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടതാണ്. ജീവിത മാതൃക സ്വാംശീകരിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു പരിശുദ്ധൻ നമ്മളുടെ ഇടയിൽ 1890 മുതൽ 1970 വരെയുള്ള 80 വർഷങ്ങൾ പച്ചയായ മനുഷ്യൻ, അതേസമയം ഒരു ദൈവപുരുഷനായി വളർന്ന ഒരു താപസൻ. അദ്ദേഹം, ഞാൻ സൂചിപ്പിച്ചല്ലോ, മനുഷ്യസ്നേഹിയും കൂടെയായിരുന്നു. തിരുവിതാംകോട് അദ്ദേഹം പാവപ്പെട്ട കുഞ്ഞുങ്ങളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ബാലഭവനവും കൂടെ ആരംഭിച്ചു. പരിശുദ്ധന്മാരിൽ കാണുന്ന ഒരു സവിശേഷതയാണത്. പരിശുദ്ധിയിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴും ദീനാനുകമ്പ അവരുടെ ആധ്യാത്മികതയുടെ അവിഭാജ്യമായ ഒരു ഘടകമായിരുന്നു. എപ്പോഴും അങ്ങനെയാണ്. ആധ്യാത്മികതയിൽ വളരുന്ന ഒരാൾ ദീനാനുകമ്പയിലും പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുന്നു. അങ്ങനെ ഒരു സ്വാഭാവികമായ പ്രകൃതം വളർത്തിയെടുക്കുന്നു, വളർന്നുണ്ടാവുന്നു എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ. ഇതൊരു അസാധാരണമായ ദൈവവിളിയായിരുന്നു. ആ ദൈവവിളി കേട്ട് അത് സ്വീകരിച്ച് സമ്പൂർണമായി സമർപ്പിച്ച ദൈവപുരുഷനായി വളർന്ന ഒരാളെയാണ് നമ്മൾ ഗീവർഗീസ് റമ്പാശനിൽ കാണുന്നത്. നമുക്കിത് പ്രേരകമാവണം, മാതൃകയാവണം. നമ്മളുടെ ജീവിതത്തെ സമുദ്ധരിക്കുന്നതിനും ദൈവകൃപയിൽ വളരുന്നതിനും വഴികാട്ടിയും കൂടെ ആവണം എന്ന് ഈ അവസരം പ്രത്യേകം ഓർക്കാം. കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാൻ പ്രാർത്ഥന നിരതനും താപസ ശ്രേഷ്ഠനും മനുഷ്യസ്നേഹിയുമായ ദൈവപുരുഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കും.